എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻ സാർ, ശങ്കർ സാർ, കൃഷ്ണമൂർത്തി, സിദ്ധാർത്ഥ്, ബോബി സിൻഹ, മൈ ടെക്നീഷ്യൻസ്, താങ്ക് യു. എനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ്. അന്ന് ഞാൻ ഇവിടെ വന്നെത്തിയപ്പോൾ 600 എത്ര ഉണ്ട്, 630 പ്രിൻസാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓർമ്മകൾ went back to Vishnu Vijayam when we released 15 prints and they said നീ സ്റ്റാർ ആവണടാ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് 50 കൊല്ലത്തിനേറെ ആയി. ഇന്നും എന്നെ സ്വീകരിക്കുന്ന എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നും നന്ദിയുണ്ട്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത്രയും ദൂരം എൻ്റെ യാത്രയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് ഐ എം ഹിയർ. ഇന്ത്യൻ 2 പോലും ഞങ്ങൾ വിചാരിച്ചതല്ല. Now it is there. I think in the world, after Cecil B. DeMille and Hitchcock, Shankar sir is the person who was doing the same film again after 28 years. ഞാനും അതുപോലെ അതിൽ കൂടുന്നു. That is, I am part of that endeavor. And ഇത് എൻ്റെ പടമാണ്, ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കാം. ബട്ട് സാറ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻ്റെ എനർജി, വർക്ക്, എന്തൂസിയാസം ആൻഡ് സ്കിൽ കാണാം പടത്തിൽ. ദ മേക്കപ്പ് തൊട്ട് not only for Senapati's makeup but other people's makeup, because he was working with me for some time. From that, this 28 years, makeup has improved, and especially a Malayali has come to the forefront. I see him working in very many good important films which are demanding international standards. അതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചാണ്, ആഗ്രഹം കൊണ്ട് പഠിച്ചാണ് അതൊക്കെ. സോ ഐ കൺഗ്രാജുലേറ്റ്. ഞാനും അങ്ങനെയാണ്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് സിനിമ. സോ ദിസ് ഹസ് ബ്രോട്ട് മീ ഹിയർ. ഐ എം വെരി കോൺഫിഡൻറ്റ് that if you like the picture, you will make it a record film. You have never let me down. And so we have also tried not to let you down. എന്തൊക്കെ ഞങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിട്ടുണ്ട്. We hope that you will like it. Of course, I miss Nedumudi Venu. While we were acting, he said almost സുഖമില്ലാതെ കടന്ന് അറിയോ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബട്ട് ഐ ഓൾമോസ്റ്റ് മിസ് ദ ഫിലിം എന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇവിടെ അയാളുള്ളതുപോലെ തോന്നുന്നു. ഇറ്റ് ഈസ് നോട്ട് എ വെരി മൂവിങ് സീൻ. ഇത് ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല, പക്ഷെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. Whenever I see, I dub the film, I know that he is there and he is not there. ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും. ബിക്കോസ് ഐ ഓൾവേസ് സെഡ്, ഇപ്പോൾ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് മലയാളം ആക്ടേഴ്സ് നെടുമുടി വേണുവാണ്. ഐ ഓൾവേസ്, ഈവൻ ഇന്ത്യൻ വന്ന സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു, എന്നും അത് പറയുന്നു. ആൻഡ് I have many friends in Kerala and many critics and many people who sculpted me to what I am today. And ഒരു ചെറിയ where all this product is made എന്ന് പറയുമ്പോൾ എൻ്റെ പേരിൻ്റെ മേഡ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ not only തമിഴ്നാട്, പാർട്ടായിട്ട് വേറെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ കൊടുത്ത് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഞാൻ. സോ ദാറ്റ് ഇസ് വൈ ഐ എം ഏബിൾ ടു become a pan-Indian actor. And I
thank all of them. Yesterday we were in Hyderabad, to the same enthusiasm from the media and the people. I hope this enthusiasm spreads to the people also. And I know it is in capable hands. തുടങ്ങുമ്പോൾ ശങ്കർ സാറിൻ്റെ കയ്യിൽ കൊടുത്തു, ഇപ്പോൾ towards release ഗോപാലൻ സാറിൻ്റെ കയ്യിലാണ്. So I'm sure that you make it a worthwhile thing for all of us. Thank you. Namaskaram. Thank you so much, Kamal sir. When the master is saying he's a student, what will the students do? That's all right, Siddharth. When the master is saying he's a student, so what will happen to the other students? It's like that. He will always be a student. That's why he's the greatest teacher and the greatest student. Absolutely. There also he's an all-rounder. He's doing both. ഇനി നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ പ്രസ്സിലേക്കും മീഡിയയിലേക്കും സെഷൻ ഡൈവേർട്ട് ചെയ്യാണ്. അതിനുമ്പോൾ ഒരു ഡിസ്ക്ലെയിമർ കൈൻഡ് ഓഫ് ദിസ് തിങ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു hint is like, I mean, Kamal sir, we all know is like a global phenomenon because you will have so many things to ask with Shankar sir and Kamal sir, but kindly make it around Indian too, make it around Senapati too and the team. അതാണ് പറയാനുള്ളത്. ഇതുമായിട്ട് സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ദയവായി ചോദിക്കുക. സോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമലഹാസൻ സാറിനെയും ശങ്കർ സാറിനെയും വെൽക്കം ചെയ്യുകയാണ് ഞങ്ങൾ. കമൽ സാർ 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സാർ. ഈ പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്. അപ്പോൾ വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സാർ, ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് സാർ കൽക്കിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ ടൂവിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെയാണ് സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? Where does the energy come from to do this? Okay. ഒരിക്കൽ ഇവിടെ വന്നവർ ആ പ്ലസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഇതാണ് എൻ്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you. next. How has your approach towards playing Senapati evolved during these years? Keep the mic close. Hello. How has your How has it evolved? അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടായിരുന്നത്? Let me start with the very first is സാറ് പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫും ചേട്ടൻ്റെ ഫോട്ടോഗ്രാഫും ഒക്കെ അതൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ കൺസെപ്ഷൻ. പക്ഷേ അത് ഒരാൾ ചെയ്ത് കാണിച്ചു. ദാറ്റ് ഇസ് മൈക്കൽ വെസ്റ്റ്മോർ 28 years back. He did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired. But without any sort of big effort or
he helped other young makeup men come up with newer techniques, there were a lot of problems because some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ it is rocket science. And so many people worked, so many chemists worked to make it possible that I could continue working without problem and continue working in other films also after this. So avarake and the stunt, the dialogue, and everything has changed over time, and we have tried to catch up. But we know that you will be kind to an old man like Senapati. So we've tried our best. The old man has tried his best. കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചിത്ത എന്നുള്ളൊരു സിനിമ ഇറങ്ങി. മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിൻ്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ കമൽ ഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അല്ല, അത് അങ്ങനെയല്ല. നോബഡി ക്യാൻ സീ ബിയോണ്ട് ദെയർ ടൈംസ്, അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തിൽ അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾറെഡി റെഡി ഫോർ യു ടു സീ. You can understand it. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. ഈ താമസം കച്ചവടം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ you are not ready എന്നായിരിക്കാം. But we are all clever people, but we must be given opportunity. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I'll be much older if you push me to future. Use me now as I am. Because if you say സാറെല്ലാം ഫ്യൂച്ചറാണ്, അത് പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്ന കുഴപ്പമാവും കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൈയടിച്ചേക്കണേ. That is my So you are the only person who pursue Gandhi in the true form. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ ഖാദർ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷേ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീയിങ് എ ക്രിറ്റിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് ലെറ്റ് മി ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെൻറ്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെൻറ്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക്, ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്നതാണ്. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. യു വിൽ സീ ദ ഫിലിം, ഹി ഹാസ് റിട്ടൺ നൈസ് ഡയലോഗ്സ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ബിഫോർ ഹി സേസ് ഇറ്റ് ഓൺ സ്ക്രീൻ. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. ഓൾ ദ സെയിം തിങ്. വൈ ആർ യു then wearing Senapati's uniform, if you so believe in Gandhi? So he is also a man who doesn't
take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer. I hope. Yes, please. കമൽ സാർ, ഇപ്പം റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന്. SJ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുവാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? Exactly. When we say that ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാൾ ജീവിക്കുന്ന അല്ലത് ജനിക്കുന്ന കഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി ദ നെക്സ്റ്റ് ഗാന്ധി. ബട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് ഹിം. That starts with that airline counter guy who says, "I'm sorry." They said, "We'll connect you to the PM's office." He said, "Okay, give me, I'll talk to the PM." Dhairyam, valor, I appreciate it. Other people were slightly upset of missing the flight, but we've got the right track. Flight to Missouri, but journey we have got it. That is what I was saying, and I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ ഓണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാളും ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And I thank you for saying that. But that is not a PR we planned. It happened. And we all Indians who are honest become our champions. ஷங்கர் சார், வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும்போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவாங்க. நம்மலாம் ஒன்றும் அவருக்கு நடிப்பு சொல்லிக் கொடுக்க வேண்டிய அவசியமெல்லாம் இல்லை. തവര ഞാൻ കണ്ടത് സെറ്റിൽ വെച്ച് കണ്ടത് ഞാൻ പറയാം. Director, he called for a Bobby Sinha, he calls for Siddharth. He only looks at the photograph and decides this man will play. He wants that voice, he wants that face. I have never seen him act and show. He only saw the positions. He wants the quality to be of that actor, and that is the job of an actor. That is why we are paying so much to the actors, not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. சார், இந்தியன் பார்ட் 1ல வந்து காந்தி இந்த இந்தியன் தாத்தாவுக்கு வந்து மீசை இருந்த மாதிரியும், அப்புறம் கமல் சார் கூட நடந்த ஒரு டிஸ்கஷனில் தான் இந்த மீசை வேணாம், அப்படி க்ளீன் ஷேவாக இருந்தால் ரொம்ப நல்லா இருக்கும்னு கேள்விப்பட்டிருக்கேன். அது உண்மை, அது சாரோட சஜஷன். ஆக்சுவலி அவருக்கு ஞாபகம் இருக்கா தெரியாது. ஃபர்ஸ்ட் இந்தியன் தாத்தாவில் சில, because we didn't know that Senapati, we didn't know how big Senapati is going to become. That day we made a decision. Then Sujata sir and he sat and said, why did the old Senapati has a young Senapati has a mustache? They will ask this question. Then there is a dialogue. டைலாக் இல்லை, இப்போ எனக்கு ஞாபகம் வருது. என்னென்னா எல்லாத்துக்குமே ஆப்ஷன் வச்சுருப்பேன். மீசையோடு எப்படி இருக்கும், மீசை இல்லாமல் எப்படி இருக்கும்,
அப்படிலாம் ஆப்ஷன் வச்சு எது நல்லா இருக்கோ அந்த மாதிரி ஃபிக்ஸ் ஆகும். எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னென்னா, இந்த மீசை இல்லாமல் அது ஒட்டுறதுக்கு முன்னாடி வந்த சேனாபதியை பார்த்து அசந்துட்டோம். பயங்கரமாக இருக்குது, எடுங்க தாட்டே போல இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணுன்ட்டு. ஸோ அப்படி எடுத்த மாதிரி தான் எனக்கு ஞாபகம் இருக்குது. அப்புறமா then they thought of it. Then they added a dialogue which is actually very emotional, where he says, I took off my mustache because it will poke you. Now I will kill you. That became a very important part of the film. அது அந்த படம் கடைசியில் பார்த்தீங்கன்னா பையன் செத்ததுக்கு அப்புறம் மீசை வச்சிருப்பார் லாஸ்ட் சீனில். ஸோ அந்த மீசை யூஸ் பண்ண மாதிரி இருக்குது, மீனிங்ஃபுல்லாகவும் இருக்குது. സാർ ഈ പറഞ്ഞതുപോലെ ഈ മേക്കപ്പിന്റെ ടൈമിങ് വളരെ കൂടുതലായിരുന്നു. ഗെറ്റപ്പ് കാണുമ്പോൾ അറിയാം, അത് ഒരു ടൈമിങ് എങ്ങനെയായിരുന്നു സാർ? അതോടൊപ്പം തന്നെ മേക്കപ്പ് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ടൈമിംഗ് ഉണ്ട്, അതെങ്ങനെയായിരുന്നു സാർ? It is like കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതെപ്പറ്റി പറയുന്നത്, you don't have to say. There are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Much before Hollywood, much before everything else. So here it was easy. I've seen my guru, Mr. T.K. Shanmugam, prepare for Avoyar, a play for which he didn't make wealth overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage and he'll do it every day. So, avodekka padichu vanna aalana. That time is not of but you must see, it won't, the play will get over in 3.5 hours. But shooting will take 50 days for a normal film. If the Senapati character comes to the set only at 10 and has to leave by 3 or 4, because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we had to face. It is not a sacrifice, because the kind of stardom and the success that a film can give an actor, anything is not too hard to do. So that is what I am trained to do. And this film, thanks to makeup technology, from 4 to 5 hours to 6 hours, it's now come down to 3.5 hours. First day it will be 5 hours, 5.5 hours, because we are still working. Some afterwards the time goes down. And for this film, I think for this part, I must have done about 70 days of work with makeup. But the director waiting and leaving the scene halfway because of makeup and catching up the next day, idakka tension aanu. But and logistically, Mara, Vayile, COVID, accidents, everybody, you will have to put it in your schedule, and we managed to do it with nearly 300-400 people helping us from various departments. കപിൽ സർ, ഇതിൽ നമ്മുടെ പോസ്റ്റിൽ തന്നെ നമ്മുടെ ഒരു കോമൺ മാൻ ഫിഗർ ഉണ്ട്, ലൈക്ക് ആർ.കെ. നാരായൺ, കോമൺ മാൻ ഫിഗർ ഇസ് ദാറ്റ്. സോ അത് ഫിലിമിൽ ആക്ച്വലി ഇസ് ഇറ്റ് ലൈക്ക് അനിമേറ്റഡ് ക്യാരക്ടർ, ലൈക്ക് വാട്ട് ഈസ് ഇറ്റ്? ശങ്കർ സാർ, அது வந்து ஒரு ஆர்கே லக்ஷ்மணுடைய ரொம்ப ஃபேமஸ் கார்ட்டூன், இந்த காமன் மேன்ற கார்ட்டூனு. அந்த கார்ட்டூனிஸ்ட் என்ன பண்ணுவாங்கன்னா, டெய்லி நாட்டில் என்ன நடக்குதோ அதை கொஞ்சம் காமிக்கலாகவும் சட்டைரிக்கலாகவும் ஒரு கார்ட்டூன் போடுவார். அது ரொம்ப ஃபேமஸ். இப்போ நடுவில் இப்போ சில வருஷங்களாக அது வர்றதில்லைன்னு நினைக்கிறேன். ஸோ எனக்கு வந்து கதை சொல்கிறதுக்கு அந்த ஆர்கே லக்ஷ்மணுடைய அந்த காமன் மேன் கார்ட்டூன் வந்து ஒரு டூலாக பயன்படுத்தியிருக்கேன். இதில் வந்து 3D அனிமேஷனில் அந்த கேரக்டர், அது வெறும் கார்ட்டூன் தான், 2D நியூஸ் பேப்பரில் வந்தது. அதை வந்து ஒரு 3D அனிமேஷனாக கிரியேட் பண்ணி இந்த படத்தில் வந்து சில காட்சிகள் யூஸ் பண்ணியிருக்கேன். அதுக்கு வந்து அந்த பர்ஃபார்மன்ஸ் கேப்சர் அண்ட் மோஷன் கேப்சர், இது ரெண்டுத்துக்கும் நாங்கள் யூஸ் பண்ண ஆக்டர் யாருன்னு கேட்டிங்கன்னா ஆச்சரியப்படுவீங்க, குரு சோமசுந்தரம்.
என்ன ஒரு வண்டர்ஃபுல் ஆக்டர் பாருங்க. இதுக்கு முன்னாடி நான் வேற படத்துல சில கேரக்டர்லாம் கொடுத்தேன். அவர் வந்து ஸ்கிரிப்ட் கொடுங்கன்னு கேட்பாரு. சின்ன கேமியோ இருந்தால் கூட ஸ்கிரிப்ட் கொடுங்கன்னு கேட்பாரு. நான் ஸ்கிரிப்ட் கொடுத்துருவேன். படித்து பார்த்துட்டு அப்படியே யோசிப்பார். சரி சார், உங்களுக்கு திருப்தி இல்லைன்னா வேற ஏதாவது பண்ணலான்ட்டு அந்த மாதிரி 2-3 படங்கள் பண்ணல அவர். ஆனால் இந்த படத்தில் அவர் முகம் வராதுன்னு தெரிஞ்சும் இதை நான் பண்ணுறேன்னு சொல்லி இன்ட்ரெஸ்ட் காமிச்சாரு. சச் அ டிஃப்ரெண்ட் அண்ட் வண்டர்ஃபுல் ஆர்டிஸ்ட். அவருடைய வாய்ஸ் வரும், அந்த காமன் மேனுடைய குரல் வந்து அவர் டப் பண்ணியிருந்தார், அவரே தான். സൂപ്പർ. ഗോപാൽ സാറിന് ഇവിടെ നമുക്കറിയാം, നമ്മുടെ അറിവിൽ എത്രയോ ബിസിനസ്സുകളുണ്ട്, എത്രയോ വ്യവസായങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വ്യവസായമാണ് സാർ. അതിനിടയിൽ സിനിമ പോലൊരു വ്യവസായത്തിനോട് ഇത്രയധികം ഇഷ്ടം കാണാൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ 2 പോലെ, ലിയോ പോലുള്ള വലിയ സിനിമകൾ സാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം ഏറ്റവും നല്ല തിയേറ്ററുകളിൽ ഏറ്റവും ദൃശ്യമികവോടുകൂടി അത് കാണാൻ സാധിക്കും എന്നുള്ള സൗകര്യമുണ്ട്. ഇന്ത്യൻ ഫസ്റ്റില് AR റഹ്മാൻ സാറാണ് മ്യൂസിക് വന്നിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഇത്ര 11 പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെ. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് അനിരുദ്ധിന് പ്രിഫറൻസ് കൊടുക്കാനുള്ള കാര്യം എന്താണ്? ஆக்சுவலாக வந்து 2.0 படம் முடிஞ்சிருச்சு. ஆனால் அதில் வந்து அந்த பேர்டு கேரக்டருடைய விஎஃப்எக்ஸ் அது சரியாக செட் ஆகலை. ஒரு விஎஃப்எக்ஸ் கம்பெனியில் கொடுத்தோம், அது சரியாக செட் ஆகலை. திருப்பி ஸ்க்ராட்ச்லேருந்து வேறு டிசைன் பண்ணி எக்ஸிக்யூட் பண்ண வேண்டிய ஒரு சுச்சுவேஷன் வந்தது. அதுக்கு வந்து அந்த கம்பெனி வந்து ஒரு 1 இயர் கேட்டாங்க அந்த பேர்டை திருப்பி ரீக்ரியேட் பண்ணி ஃபைனல் ப்ராடக்ட் கொடுக்கறதுக்கு. அந்த 1 இயர் எனக்கு வேலை இல்லை. ஏன்னா எனக்கு வந்து வீக்லி ஒன்ஸ் இல்லை ஒரு 2 நாள் 3 நாளைக்கு ஒரு தடவை ஒரு 1/2 அன் ஹவர் அவங்க அனுப்புகிற ஷார்ட்டை பார்த்துட்டு அது நல்லா இருக்கா நல்லா இல்லையா, என்னுடைய ஃபீட்பேக் என்ன, கரெக்ஷன் என்ன, அது சொன்னால் போகிறோம். ஐ ஆம் ஃப்ரீ. அந்த டயத்தில் வந்து இந்தியன் ஸ்கிரிப்ட் ரெடி ஆகிடுச்சு. சார்கிட்ட சொன்னேன், சாருக்கு பிடிச்சது, ஸ்டார்ட் பண்ணிடலான்னு சொல்லிட்டு ஃபெப்ரவரியில், அதாவது அந்த 2.0 ரிலீஸ் ஆனது நவம்பர், ஃபெப்ரவரியில் இந்தியன் 2 ஸ்டார்ட் பண்ணுறதா பிளான்லாம் பண்ணிட்டோம். அப்போ பார்த்தீங்கன்னா என் வேலை முடிஞ்சிருச்சு. ஆனால் ரஹ்மான் வந்து பேக்ரவுண்ட் ஸ்கோர் பண்ணிட்டு இருக்காரு, அப்போ தான் ஸ்டார்ட் பண்ணியிருக்காரு. இப்போ அதுவே ஒரு பெரிய பேர்டுன்னு அவர் நான் பண்ண படங்களே ரொம்ப கஷ்டப்பட்டு பண்ண, எஃபர்ட் போட்டு பண்ண பேக்ரவுண்ட் ஸ்கோர் வந்து 2.0 தான். இப்போ அவர்கிட்ட போய் நீங்கள் இந்த படத்துக்கு ஒரு 5 சாங் கம்போஸ் பண்ணுங்கன்னா அவர் பயங்கர பேர்டன் ஆகிடும். கண்டிப்பாக ரொம்ப கஷ்டம். அதே நேரத்தில் இப்போ அனிருத் வந்து தொடர்ந்து அவருடைய மியூசிக்லாம் நான் கேட்டுக்கிட்டே வந்தேன். மெலடி சாங் ஆகட்டும், வெஸ்டர்ன் சாங் ஆகட்டும், இல்லை நம்ம மாஸ் சாங் ஆகட்டும், ரொம்ப இன்ட்ரெஸ்டிங்காக இருந்தது, ரொம்ப பிடிச்சிருந்தது. ஸோ இந்த மாதிரி சுச்சுவேஷனில் நான் ஐ தாட் ஐ ஷுட் கோ வித் அனிருத் ஃபார் தட் மூவி. So I'm connecting one more question. நீங்கள் எப்பொழுதும் சோஷியல் இஷ்யூஸ் அண்ட் விஜிலன்ட் தீம்ஸ் எப்பொழுதும் ஃபோக்கஸ் பண்ணிட்டு இருக்குன்னு தோணுச்சு. ஸோ வாட் இஸ் த ரீசன் பிஹைண்ட் தட்? மீன் சோஷியல் இஷ்யூஸ் படம் இருக்கிறதா? நான் மற்ற படமும் எடுத்திருக்கேன். காதலன் பார்த்தீங்கன்னா அது ஒரு லவ் சப்ஜெக்ட் தான். ஜீன்ஸில் வந்து மருந்துக்கு கூட சோஷியல் இஷ்யூஸ் எதுவுமே இருக்காது. பாய்ஸ் எடுத்தேன், அப்புறம் எந்திரன் எடுத்தேன். எல்லா ஜானரும் பண்ணணுன்னு ஒரு இன்ட்ரெஸ்ட் இருக்குது. இன்னொன்று, நான் எப்போவுமே என்னை வந்து ஒரு ஆடியன்ஸாக தான் வச்சு படம் எடுக்கிறேன். ஐ மீன் காமன் மேனாக வச்சு தான் படம் எடுக்கிறேன். இப்போது நான் ஒரு மிடில் கிளாஸ், லோயர் மிடில் கிளாஸ் பையனாக இருந்தப்போ நான் பார்த்த விஷயங்கள், என்ன அஃபெக்ட் பண்ண விஷயங்கள், நான் பாலிடெக்னிக்கில் சேரும்போது எனக்கு வந்து இன்கம் சர்டிஃபிகேட்டு, பர்த் சர்டிஃபிகேட்டு, கம்யூனிட்டி சர்டிஃபிகேட் இதெல்லாம் வாங்குறதுக்கு நான் கொஞ்சம் அலைஞ்சு கஷ்டப்பட்டேன். ஸோ அது வந்து மைண்டில் தங்கி போச்சு. நான் ஒரு ஃபிலிம் மேக்கர் ஆனதுக்கப்புறம் அதை நான் பிக்சரில் கொண்டு வந்து வச்சேன். ஏன்னா நம்ம வந்து லைஃப்லேருந்து தான் எடுக்கணும் படம். அந்த லார்ஜர் தேன் லைஃப், அப்புறம் அவுட் ஆஃப் பாக்ஸ் திங்கிங்லாம் வேறு. பட் பேஸ் வந்து ஃப்ரம் லைஃப். அது என்னுடைய லைஃப், என் லைஃப் மட்டும் இல்லை, என் கூட படித்த பசங்க, பக்கத்து வீட்டில் எல்லாருமே தே ஆர் கோயிங் த்ரூ திஸ் இஷ்யூஸ். ஸோ அதனால் வந்து அந்த பாயிண்ட் ஆஃப் வியூவில் எடுக்கும்போது எனக்கு அந்த சோஷியல் இஷ்யூஸ்லாம் வந்து லைக் என்னால் ரிஃப்ளெக்ட் பண்ண முடியுதுன்னு நினைக்கிறேன். தேங்க்யூ சார். சார் கமல் சார், ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? നിങ്ങൾ നല്ലവരാ കെട്ടവരാ? நீங்க சொல்ற அதே பதில தான் நான் சொல்ல போறேன். நீங்க நல்லவரா கெட்டவரா, அதுக்கு என்ன மாதிரி பதில் நீங்க சொல்லுவீங்களோ அதே மாதிரி பதில் தான் சொல்லுவேன். இன்னும் கண்டுபிடிச்சு முடிக்கல, நான் டிசைட் பண்ணேன். ஒன்லி மை லைஃப் வில் பி மை மெசேஜ், லைக் காந்திஜி said. സർ എക്സ്ക്യൂസ് മീ സർ. ഹായ്, എൻ്റെ പേര് ഫിബിൻ, ക്യാൻ ചാനൽ മീഡിയ എന്നാണ് വരുന്നത്. മൈ ക്വസ്റ്റ്യൻ ഈസ് ടു കമൽ ഹാസൻ സർ. ശങ്കർ സാറോട്
படத்தில் நடித்த அந்த ஆக்டருக்கு ஆக்சுவலாக வந்து கரியர்கிராஃபு கீழே போயிடும். அது குறையா சொல்லலை. ஐ மீன் இட்ஸ் அ பாசிட்டிவ் திங் ஃபார் அ ஃபிலிம் மேக்கர் பிகாஸ் அந்த மாதிரி படங்கள் எடுக்கிறதுக்கு இட்ஸ் ஸோ ஹார்ட் அண்ட் இட் டேக்ஸ் ஸோ மச் கரேஜ். ஸோ ஹவு டு யூ reinvent yourself after doing a Shankar movie? മനസ്സിലായില്ല. Okay. മലയാളത്തിൽ പറയട്ടെ. ശങ്കർ സാറിന്റെ മൂവിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ ഹീറോയിന്റെ കരിയർ ഗ്രാഫ് താഴെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി ആക്ടേഴ്സ് കഴിവില്ലായ്മ, അതല്ല. ശങ്കർ സാറിന്റെ മൂവി ഈസ് ബിഗ്, ഹ്യൂജ് മൂവീസ് ആയതുകൊണ്ട് ദി അതർ ഡയറക്ടേഴ്സ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു പുൾ ദാറ്റ് ഹാർഡ്. ലൈക്ക് അത്ര വലിയ സിനിമകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. ബട്ട് ഫോർ യു ഇറ്റ് വാസ് നെവർ ബീൻ ലൈക്ക് ദാറ്റ്. Let me tell you, when Shankar sir came to me with Gentleman, we don't know how big it is. When he came to me with Indian, the big എന്നുള്ളത് it's in the idea. It is not a film, the chalavalla is going to make the film big. So it's very wrong to say the other actors പേടിക്കും Shankar sir ജോലി. It is a big film. He is taking you to that level of collection. അത് കച്ചവടമാണ്. The next man should beat that record or come to that record. അത്രയേ ഉള്ളൂ. That has nothing to do with talent. Either Mr. Shankar or the actors. That is the collection that Gopalan sir says that 638 prints and it has collected very well. It is the best in Shankar's career. Now that is not a down for him. That is an enthusiasm for him and me. It will not, അയ്യോ ഇതിനും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടിയും വരില്ല, സങ്കടവും വരില്ല ജനങ്ങൾക്ക്. Because this is the up we are looking for. ഇപ്പം ഞാൻ ഇത് ഈ രംഗത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ 19 പ്രിന്റ് ചെയ്തിരുന്ന നടനാണ് ഞാൻ. ഇന്ന് 638 എന്നോ. That will be the growth or there will be no growth. I have seen much more talented actors than me who have never had an opportunity of even meeting Shankar. What are we going to say for that? That is not Mr. Shankar's fault nor his fault. Sometimes it happens like that. We'll have to get worried about these kind of tragedies and see that they don't happen every time. I know, really. Let me tell you of one Malayali actor. None of you who are below 40 will remember him. His name is Suraju. He is a friend. He is an actor. Soman and I were friends. He did the MA twice, I think, or something like that. He was in the Air Force. He is a Kuchipudi dancer. And we used to have Malsarakalaka, Nyan Bharatanatyam, Kuchipudi, whatever I did, he could do. He is a fantastic writer. Do you remember him now? Surasu, sir, is it? Surasu. Surasu. Yes. Many will know. If you ask Balachandran Chullikada, he will tell you about Surasu. This is not his stage. I brought him to the stage. Appa njan valiyalano, ayal valiyalano. The truth is, Surasu is a great artist, remembered even after his death. He died in a railway station. Soman went and identified his body and called me to tell. Now Surasu died in the streets. So this is the tragedy we must try to avert. I brought the story to another tragic end instead of a smile on all the faces. But these things also happen, and this is a happy moment that budget, talent, and distribution comes together. How many times does it happen in the film industry? So when it happens, let's celebrate it. And also remember how we have neglected great talents.
That is why we are proud of Nedumudi Venu being in the film. Because Nedumudi Venu is, you could have made 10 films, 100 films with Nedumudi Venu as a lead man. He is star material, but we kept him in character material. That is the truth. But Nedumudi Venu is capable of what all we can do and a little more. Dance Alikanam Varaja, he will do it. I know, I've seen him do it. So that is the way it is. So I'm answering the long, giving you a long answer because the camp joy. Because in him, Indian 3 ഉണ്ട്. So that is what I am trying to defend. So can we have any new, anyone who would love to do? We'll have 2 more questions. ഒക്കെ അദ്ദേഹം പറഞ്ഞു. കമൽ സാറിനോടാണ് ഈ കഴിഞ്ഞ 28 വർഷത്തിലുള്ള, അതായത് ഇന്ത്യൻ 1 ഇറങ്ങി അതിനുശേഷം എത്ര തവണ സാറ് ചിന്തിച്ചിട്ടുണ്ട് ഈ സേനാപതി എന്നുള്ള ഒരു ലെജൻഡറി ക്യാരക്ടറിനെ തിരിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ? അല്ല, ഞാൻ ഡബിങ് സമയത്ത് ആദ്യം ഇന്ത്യൻ 1 സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും. ബട്ട് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് ഐഡിയ ആൻഡ് വി ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ആഫ്റ്റർ 28 years, unless the story is good, it is difficult to convince you. So that is where it started. That is where the first question started. And he thought of it, we thought of it, but we never dared to go near. Sometimes the product becomes bigger than us. Then he dared to come up with another story. Adi eniki ishtapettu. So we agreed. Njan ketappo 2 and 3 together. So I like the whole format. Now it has become another 3rd franchisee, which I am happy as far as I am sure Gopalan sir will also be happy. Siddharth. Any new, വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ലൈക്ക് പുതിയത് ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? Anybody is there? Yeah, that lady over there, please. Huh? Yeah, I can. Hi sir, myself Suhana. I just want to know how long we need to wait for the Indian 3 again. How long you have to wait? Indian 3, for Indian 3, how long is the time? How long is the wait? Yeah, it's possible within 6 months if everything goes well. If the VFX works is done, it is possible. And additionally, one more information I want to give. You can see the trailer of Indian 3 at the end of the Indian 2 movie. Thank you, and we are just wrapping up the session because Kamal sir and the whole team needs to be there over there. But you just missed few opportunities. You got a lover boy over here, Siddharth. You did ask many questions, even so many other questions you were supposed to do. You didn't ask because we have like even all the questions were to Kamal sir and Shagir sir. We would have loved to ask more questions, but we have another event also over there. And thank you everyone for being here, and we'll just pose for a picture for the whole team together, and after that we'll go further join the event. I request everyone also to join for the event. കേട്ടോ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അല്ല, പ്രൊഡ്യൂസർ കണ്ടേ അതാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ നെഗോസിയേഷൻ തുടങ്ങി.